ചാലക്കുടി പുഴത്തടത്തിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സമയങ്ങളിൽ പറമ്പിക്കുളം ആളിയാർ കരാർ നിർത്തിവയ്ക്കണമെന്ന് ചാലക്കുടി എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ്. ചാലക്കുടി പുഴത്തടത്തിലെ മുഴുവൻ അണക്കെട്ടുകളും അതിവേഗം നിറഞ്ഞുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടിയന്തരമായി അണക്കെട്ടുകളിൽ പ്രളയ നിയന്ത്രണത്തിന് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജലജാഗ്രത സത്യാഗ്രഹം നടത്തിയത്. പ്രൊഫസർ കുസുമൻ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ എബി ജോർജ്, കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ, വി.ഒ. പൈലപ്പൻ, ലീന ഡേവിസ്, ഫാദർ വിൽസൺ കൂനൻ, ഫാദർ വർഗീസ് പാത്താടൻ, ഹലീം മുർക്കന്നൂർ, ഡെന്നിസ് കെ ആന്റണി, യൂജിൻ മോറലി, വിൽസൺ മേച്ചേരി, തോമസ് പുതുശ്ശേരി, കെ ജയൻ ജോസഫ് പട്ടത്ത്, കലാഭവൻ ജയൻ, ഫാദർ ജോൺ കവലക്കാട്ട്, ഷിബു വാലപ്പൻ, പി.കെ. കിട്ടൻ, പ്രൊഫസർ വത്സൻ വാതുശ്ശേരി, യു.എസ്. അജയകുമാർ, ഐ. അബ്ദുൾ മജീദ്, വി.ജെ. ജോജി എന്നിവർ സംസാരിച്ചു. സുരേഷ് മുട്ടത്തി യോഗത്തിന് നമ്മൾ ആശങ്കയോടുകൂടി കാണാൻ തുടങ്ങി. ചാലക്കുടി പുഴയിൽ നമ്മൾ എത്തി നോക്കുന്നത് എപ്പോഴാണ് ചാലക്കുടി പുഴ രുദ്രഭാവം ആകുന്നത്, നമ്മുടെ വീട്ടിലേക്ക് എരച്ചു കയറി വരുന്നത് എന്നുള്ള ഒരു ഭീതി ചാലക്കുടി പുഴയെക്കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മളാ പലപ്പോഴും വർഷത്തിൽ തന്നെ 1-2 പ്രാവശ്യം നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളെല്ലാം മുകളിലേക്ക് കയറ്റുകയും എല്ലാ സാധനവും കെട്ടിപ്പറക്കി രാത്രിയുടെ സമയങ്ങളിൽ കൊച്ചുകുട്ടികളെയും പ്രായമായ കിടപ്പിലായ മാതാപിതാക്കളെയൊക്കെ കൊണ്ട് വീട് വിട്ട് ഒഴിഞ്ഞു പോകുന്ന സമയങ്ങളിൽ ചിലപ്പോഴെങ്കിലും ചാലക്കുടി പുഴ വെറുത്തു തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാണ്. സമസ്ത ജീവജാലങ്ങളെയും അപഹരിക്കാൻ തക്ക, അതിൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ തക്ക ശക്തിയുള്ളതാണ് ജലം. അതുകൊണ്ടാണ് നമ്മൾ അണക്കെട്ടുകളെ ജലബോംബുകൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഗസ്റ്റ് 6 എന്നത് ഒരു മഹാദുരന്തം സംഭവിച്ച ബോംബ് വർഷത്തിൻ്റെ ഓർമ്മയാണ്. അതിനുശേഷം ബോംബ് എന്നത്, യുദ്ധം എന്നത് നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. അത്തരത്തിൽ മനുഷ്യർ പ്രകൃതിയെ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും ഈക്വലൻ്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. എല്ലാ നന്മയ്ക്കും ഒരു മറുവശമുണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ക്ഷമയോടും സംയമനത്തോടും കൂടി വേണം, അല്ലെങ്കിൽ ഗാന്ധിജി പറഞ്ഞതുപോലെ ആർത്തിയില്ലാതെ വേണം ഭൂമിയെ കൈകാര്യം ചെയ്യാൻ. അത്തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊന്നും ബോംബായി മാറുകയില്ല. ഇതൊക്കെ എല്ലാം വളരെ മനോഹരമായ സംവിധാനങ്ങളായി മനുഷ്യന് കൂട്ടായി, മനുഷ്യൻ്റെ രക്ഷകരായി നിൽക്കും. അതല്ലാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിടണം. പ്രകൃതി തിരിച്ചടിക്കുന്നു എന്നൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല. അതിന് കാരണം പ്രകൃതിയെപ്പറ്റി അങ്ങനെ ഒരു സങ്കല്പമല്ല നമ്മുടെ മനസ്സിലുള്ളത് എന്നതുകൊണ്ട് തന്നെ. പക്ഷേ നമ്മൾ വളരെ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ജലജാഗ്രത സമിതിയും ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറവും ചേർന്ന് നടത്തിയ ജലജാഗ്രത സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം.എൽ.എ. ഇല്ലാത്ത വലിയൊരു ദുരന്തമാണ് ചാലക്കുടിയിൽ ഉണ്ടായത്. അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഡാം മാനേജ്മെൻറ്റിൽ വന്ന വലിയ ഒരു വീഴ്ച, അത് ചാലക്കുടിക്കുണ്ടാക്കിയ നഷ്ടം, കോടികളുടെ നഷ്ടമാണ് ചാലക്കുടിക്കും സമീപ പ്രദേശങ്ങൾക്കുമൊക്കെ ഉണ്ടായത്. ആ വീഴ്ച ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ സത്യാഗ്രഹം നടത്താൻ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം. അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, പീച്ചി ഡാമിൽ നമുക്ക് ഒരുപാട് മുന്നൊരുക്കം അല്ലെങ്കിൽ റൂൾ കർവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം 54 ഇഞ്ച് തുറക്കേണ്ടി വന്ന ഒരു സാഹചര്യം, അത് ആ പ്രദേശത്തൊക്കെ ഉണ്ടാക്കിയ വലിയ നഷ്ടങ്ങൾ. ഈ വർഷം ചാലക്കുടിയിലും ഒരു ദിവസം കൊണ്ട്
2018 ശേഷം 2019 ഇപ്പോഴും കഴിഞ്ഞ വർഷം ഒഴികെ ഈ വർഷങ്ങളിലൊക്കെ ചാലക്കുടി പുഴയിൽ നിന്നുണ്ടാകുന്ന ഈ വലിയ നീരൊഴുക്ക്, ഈ വെള്ളപ്പൊക്കം കോടികളുടെ നഷ്ടം നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചാലക്കുടി പുഴ യഥാർത്ഥത്തിൽ ചാലക്കുടിയുടെ അഭിമാനമാണ്. അല്ലെങ്കിൽ ചാലക്കുടി ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തിൻ്റെയൊക്കെ ജീവനാഡിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുഴയാണ്. എന്നാൽ മനുഷ്യ നിർമ്മിതികൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അപ്പർ ഷോളയാറും കേരള ഷോളയാറും പറമ്പിക്കുളവും പെരുവാടിപ്പള്ളവും തുണക്കടവും പെരിങ്ങൽകുത്തും നീരാറും ഉൾപ്പെടെയുള്ള മനുഷ്യനിർമ്മിതികളായിട്ടുള്ള ഡാമുകൾ, ആ ഡാമുകളിൽ നിന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ തുറന്നുവിടുന്ന ജലം അത് ചാലക്കുടിയെയും സമീപ പ്രദേശങ്ങളെയും ഒക്കെ ഇന്ന് ദുരിതത്തിലാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായത്. കോടികളുടെ കൃഷിനാശമാണ്. പിഴവ് വന്നു എന്ന് തന്നെയാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള പിഴവുകൾ വരികയാണ്. അതുകൊണ്ടാണ് സ്വാഗത പ്രാസംഗികൻ പറയുന്നത് വളരെ പ്രധാനമാണ്. ഈ പിഴവ് വന്നു എന്ന് തന്നെയാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള പിഴവുകൾ വരികയാണ്. അതുകൊണ്ടാണ് സ്വാഗത പ്രാസംഗികൻ നമുക്ക് 2018 ശേഷം ഓരോ മഴക്കാലവും നമുക്ക് വലിയ ആശങ്കയുടെ കാലഘട്ടമായിട്ട് മാറുകയാണ്. കഴിഞ്ഞ വർഷം മാത്രം മഴ കുറവായിരുന്നതുകൊണ്ട് ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. 2019 നമ്മൾ വലിയ വെള്ളപ്പൊക്കം നേരിട്ടു. 2020 2022 എല്ലാം നമ്മളെ സംബന്ധിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും ഒരു വളരെ വലിയ വെള്ളപ്പൊക്കവും താരതമ്യേന ചെറിയ വെള്ളപ്പൊക്കമായിട്ടുള്ളൊരു വ്യത്യാസം വരുത്തുന്നത് അതിശക്തമായിട്ടുള്ള മഴ ഒരു ദിവസം പെയ്തിട്ട് തൊട്ടടുത്ത ദിവസം മഴ ഒന്ന് മാറി നിൽക്കുന്നത് കൊണ്ടാണ്. എത്രയോ തവണ വെള്ളപ്പൊക്കം ഇനിയും വലുതാവാം എന്നുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. മഴ മുന്നറിയിപ്പുകൾ പോലും ഉണ്ടായിരുന്നു. പക്ഷേ ആ മഴ ഒന്ന് മാറി നിന്നു. അതുകൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു പോവാണ്. പക്ഷേ ഇത് എല്ലാ കാലത്തും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഈ വർഷം തന്നെ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ ജൂലൈ മാസം 30-ാം തീയതി വെളുപ്പിനുണ്ടായ വെള്ളപ്പൊക്കം, അത് നമുക്കറിയാം. വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും മലയിടിച്ചിലുണ്ടാകുമ്പോഴും അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മഴ തന്നെയാണ്, അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് പ്രത്യേകിച്ച് റോക്കറ്റ് സയൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാവർക്കും അറിയാം. മഴ ഇല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല എന്നറിയാം. പക്ഷേ മഴ മാത്രമല്ല കാരണം എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശക്തമായിട്ടുള്ള മഴ പെയ്യുമ്പോഴും മഴ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് വെള്ളപ്പൊക്കത്തെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂക്ഷത കുറയ്ക്കാനോ കഴിയും. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ പറഞ്ഞ വെള്ളപ്പൊക്കം, അന്ന് 29-ാം തീയതി രാവിലെ ആറങ്കാലിയിലെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഏകദേശം 3 മീറ്ററാണ്. ഇത് അടുത്ത ദിവസം ഉച്ചയായപ്പോഴത്തേക്കും 8.28 മീറ്ററിലേക്ക് കയറുകയാണ്. 5 മീറ്ററിലധികം ഒറ്റ ദിവസം കൊണ്ട് കയറുകയാണ്. ഈ കയറുന്നതിന് ഇടയാക്കിയത് പെരിങ്ങൽകുത്ത് അണക്കെട്ട് കൈകാര്യം ചെയ്യുന്നതിൽ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. പ്രശ്നം വളരെ നിസ്സാരമാണ്. വലിയ മഴ പെയ്യുന്നു. ആ മഴ പെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് പരിയാരം പള്ളിയിലെ വികാരി ഫാദർ വിൽസൺ കോനെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. മഴ പെയ്യുന്നതിന് ഈ തൊട്ട് മുമ്പുള്ള സമയത്ത് പെരിങ്ങൽകുത്ത് അണക്കെട്ട് മിക്കവാറും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. 29-ാം തീയതി രാവിലെ അവിടെ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് 423.4 മീറ്ററാണ്. ഈ അണക്കെട്ടുകളുടെ ഉയരം പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നാണ് കേട്ടോ. അണക്കെട്ടിൻ്റെ അത്ര ഉയരം ഉണ്ടായിട്ടല്ല, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഹൈറ്റാണ് സാധാരണ സ്റ്റാൻഡേർഡായിട്ട് അണക്കെട്ടുകളുടെ ഉയരം പറയുക. 424 മീറ്ററാണ് അതിൻ്റെ ഫുൾ റിസർവോയർ ലെവൽ. അപ്പോൾ അതിന് തൊട്ട് താഴെ 23.4 അന്ന് രാവിലെ വാട്ടർ ലെവൽ. ഇത് കഴിഞ്ഞ് അന്ന് പകൽ നമുക്ക് ശക്തമായിട്ടുള്ള മഴയാണ്, ഉച്ച കഴിഞ്ഞ് അതിശക്തമായിട്ടുള്ള മഴയാണ്. ഈ മഴ പെയ്യുമ്പോഴൊന്നും മുമ്പേ ചെയ്തില്ല, എന്നാൽ മഴ വരുന്നു എന്ന് കാണുമ്പോഴെങ്കിലും കുറച്ചും കൂടെ നേരത്തെ വെള്ളം തുറന്നു വിടുക, അതുപോലും ചെയ്യാതെ വൈകുന്നേരം 6 മണിയായപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് വിടുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഏകദേശം 260 ഘനമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2.6 ലക്ഷം ലിറ്റർ ഒരു സെക്കൻഡിൽ. ആ അളവിലുള്ള വെള്ളമാണ് തുറന്നു വിടുന്നത്.
ഇത് 8 മണിയായപ്പോഴത്തേക്കും 7 ലക്ഷം കടന്നു, 10 മണിയായപ്പോഴത്തേക്കും 11 ലക്ഷം ലിറ്റർ എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. 4 മണിക്കൂർ കൊണ്ടാണ് ഈ മാറ്റം വരുന്നത്. ഇത്ര എന്താ പറയുക, ഒരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കൂട്ടേണ്ടി വന്നത് അവിടെ മഴ പെയ്യുന്നതിന് മുമ്പ് ഒട്ടും സ്പേസ് ഇല്ലാതിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ലെവൽ 415 മീറ്ററിൽ നിർത്തണം നല്ല മഴക്കാലത്ത് എന്ന് പറയുന്നത്. അങ്ങനെ അന്ന് 415 മീറ്ററിലായിരുന്നു വാട്ടർ ലെവലെങ്കിൽ ഇതുപോലെ വെള്ളം വരുന്ന സമയത്ത് 1 or 2 സ്ലൂയിസ് ഗേറ്റുകൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പരമാവധി ഒരു 400 ഘനമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ലക്ഷം ലിറ്റർ വെള്ളം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുഴ കര കവിയുന്നൊരവസ്ഥയില്ല, പുഴ നിറഞ്ഞു ഒഴുകും, അതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്ന ഒരു അവസ്ഥയെയാണ് 2019 സമാനമായിട്ടുള്ള വെള്ളപ്പൊക്കമാക്കി മാറ്റിയത്.